സൗവർണ ഇന്ന് രാവിലെ റിപ്പോർട്ടർ TV നോക്കുമ്പോൾ ഭയങ്കര ബ്രേക്കിംഗ്. ഷാഫി പറമ്പിലിന് അറസ്റ്റ് വാറണ്ട്. അത് കണ്ടാൽ ആൾക്കാർക്ക് എന്ത് തോന്നണം? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫിയും അകത്തായി. ഏതോ ഒരു പെണ്ണിനെ ഇവർ ഒരുക്കി കെട്ടി ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാ ഇനി ഏതോ ഒരു സ്വയം പ്രഖ്യാപിത നടിമാരോ ആരെങ്കിലുമൊക്കെ രംഗത്തെത്തും, ഷാഫിയും കുടുങ്ങും. കാരണം നേരത്തെ തന്നെ ഇവിടെ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു. മാങ്കൂട്ടം കുടുങ്ങി, അടുത്തത് ഷാഫിയാണ്, ഷാഫി അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞ് വലിയ പ്രചാരണങ്ങളായിരുന്നു. അപ്പൊ ഇത് കാണുന്ന ഒരാൾ പെട്ടെന്ന് ഷാഫിക്ക് അറസ്റ്റ് വാറണ്ട്, ഓ ഷാഫിയും അകത്തായി, കോൺഗ്രസ് തീർന്നു, ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു തോന്നൽ ഉളവാക്കുന്ന രീതിയിൽ അങ്ങ് ആഘോഷിക്കുകയാണ്. അപ്പോൾ ചോദിക്കാം, ഇത് കോടതിയുടെ ഉത്തരവല്ലേ? അതിന് ബാക്കിയുള്ളവർ അതെ ഇവിടെ CPM സർക്കാർ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതുപോലെ അത് ഏത് കേസിലാ ഇപ്പൊ അറസ്റ്റ് വാറണ്ട് വന്നത്? വയനാട് രാഹുൽ ഗാന്ധി MP ആയിരിക്കുന്ന സമയത്ത് MP ഓഫീസ് ആക്രമിച്ച കേസ്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ ഒരു സമരത്തില്, റോഡ് ഉപരോധ സമരത്തിന്റെ പേരിലാണ് ഇപ്പൊ കോടതിയിൽ ഹാജരായില്ല, അതിന്റെ പേരിൽ വന്നതാണിത്. ഇതെന്ന് പറഞ്ഞ ഒരു സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഇഷ്ടം പോലെ കേസുകളുണ്ട്. ഇവിടുത്തെ SFI-കാരന്മാർക്കും DYFI-കാരന്മാർക്കും CPM-മാർക്കും ഒന്നും കേസുകളേ ഇല്ലേ? ആ ഒരു മട്ടിലാണ് ഇവിടെ എന്താണ് റിപ്പോർട്ടർ TV ആഘോഷിക്കുകയാണ് ഈ ഒരു അറസ്റ്റിനെ. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഏതാണെന്ന് അറിയാമോ? ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനെതിരെ ഇവിടെ വമ്പിച്ച രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. അദ്ദേഹം ഒരു എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് ആരെയും മൂടി വെക്കാതെ, ആരുടെ കയ്യിൽ നിന്നും പരസ്യം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആരെയും സോപ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, വാർത്തകൾ ഏത് രീതിയിലാണോ കിട്ടുന്ന വാർത്തകൾ കൊടുക്കും. അതുകൊണ്ട് അത് കൂടുതലും പിണറായി വിജയനെതിരെ CPM-നെതിരെയും എല്ലാം നല്ല രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PV അൻവർ ശ്രീനിജൻ MLA-ക്കെതിരെ തന്നെ വാർത്ത കൊടുത്തപ്പോൾ അത് SC/ST ആക്ട് പ്രകാരം അവർ പരാതിയുമായി മുന്നോട്ട് പോയി. പക്ഷെ അതൊന്നും ഇത് നിലനിൽക്കാത്ത ഒരു കേസായിരുന്നു അത്. എന്നിട്ടും അദ്ദേഹത്തെ എങ്ങനെയെല്ലാം ഇവർ പിന്തുടർന്ന് ആക്രമിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ പല സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തു. അതിന് പുറമേ ചെയ്തത് അത് ഓക്കെ, ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നു, അയാളെ ആക്രമിക്കുന്നു. പക്ഷെ ആ ഓഫിലുള്ള ഓരോ സ്റ്റാഫിനെയും ആ സ്റ്റാഫുകളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വരെ പോലീസ് പരിശോധനയുമായി എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവർ എങ്ങനെയാണ് ഓരോ കേസുകൾ ആഘോഷിക്കുന്നതെന്നും പോലീസ് ആയാലും ശരി, മാധ്യമങ്ങളും ആയാലും ശരി, ആഘോഷിക്കുന്നത് എങ്ങനെയാണ് എന്നത് എനിക്ക് ഓർമ്മ വന്നതാണ്. ഇപ്പൊ ഇവിടെ ഷാഫി പറമ്പിലിന്റെ കാര്യം എടുത്താൽ ഇതൊരു നിസാര കേസ് തന്നെയാണ്. അത് മാത്രമല്ല, പിന്നെ ഇത്രയും കേസുകളുള്ള ഷാജൻ സ്കറിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി പോലീസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക, ജാമ്യം എടുത്ത് പോവുക, അങ്ങനെ ഒരു പ്രോസസ്സ് ഇടയ്ക്ക് നടക്കാറുണ്ട്. ഇതിനെ വമ്പിച്ച രീതിയിലാകും ഷാജൻ സ്കറിയ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് ഇവർ ആഘോഷിക്കാറുണ്ട് ചില മാധ്യമങ്ങൾ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ ഇങ്ങനെ ഒരു വാറണ്ട് വന്നതിനെ വലിയ രീതിയിൽ അങ്ങ് ആഘോഷിക്കുകയാണ്. ബ്രേക്കിംഗ്, എൻ്റെ ഒരു സുഹൃത്താണ് വിളിച്ചു, അയ്യോ ഷാഫിയും പോയോ എന്ന് പറഞ്ഞിട്ട് അടുത്ത വിക്കറ്റ് വീണ എന്ന് പറ്റില്ല. കാരണം അങ്ങനെയായിരുന്നു ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നടന്ന പ്രചാരണം. അടുത്ത് ഷാഫിയാണ്, ഉറപ്പായിട്ടും ഷാഫിയെ ഒതുക്കും എന്ന രീതിയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇവർക്ക് ഈ ഒരു നിസാര കേസിനെ മാധ്യമങ്ങൾക്ക് ഇത്രയും ആഘോഷിക്കാൻ കഴിയായിരിക്കും. എന്തായാലും ഇനി ഷാഫിയെ ഇവരുടെ ഈ കെണികൾ വെച്ച് തകർക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? ഷാഫിയെ തകർക്കാൻ കഴിയില്ല. ഈ പറയുന്ന പോലെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഷാഫിയാണ്. അത് ഈ പറയുന്ന പോലെ CPM പലതവണ പറഞ്ഞ കാര്യവുമാണ്. അടുത്തത് ഷാഫി. എന്താണ്, അവർക്ക് ഷാഫിയോട് വലിയ ദേഷ്യമാണ്. ഈ പറയുന്ന പോലെ വടകരയിൽ വന്ന് KK ശൈലജയെ പരാജയപ്പെടുത്തിയപ്പോൾ ആ ദേഷ്യം 100 ഇരട്ടിയെ വർദ്ധിച്ചു എന്ന് വേണം പറയാൻ. കാര്യം നമുക്കറിയാം, ഷാഫി എന്ന് പറയുന്നത് ഇപ്പൊ കോൺഗ്രസിന്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ്, അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ അങ്ങനെ അതിനൊക്കെ അപ്പുറം വടകര MP, ഇതിനൊക്കെ അപ്പുറം ഷാഫി ജനങ്ങൾക്ക് ഒരുപാട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഷാഫിയോട് എല്ലാവർക്കും സ്നേഹമാണ്. അവിടെ ഇപ്പൊ പ്രായമില്ല, ഈ വയസ്സായ ആൾ മുതൽ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു ആക്സസ് കിട്ടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയേണ്ടി വരും. ഷാഫി എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരെയും ഒപ്പം കൂട്ടാൻ ഷാഫിക്ക് പറ്റുന്നുണ്ട്. അവിടെ പാർട്ടി പോലും പലപ്പോഴും മാറ്റി നിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ അതൊരു കോൺഗ്രസ്സുകാരനോട് തോന്നുന്ന സ്നേഹമല്ല. ഈ പറയുന്ന BJP-കാരനും CPM-കാരനും CPI-കാരനും എല്ലാവർക്കും ഷാഫിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ ഷാഫിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഷാഫിയെ പേടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാര്യം നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ 2ാം നിരയുണ്ട് ഷാഫി പറമ്പിൽ. എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പൊ ഏത് ആരോപണത്തിന്റെ പേരിൽ പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അതിലൊരാളായിരുന്നു, അല്ലെങ്കിൽ അതിലൊരു മെയിൻ ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തില്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ആരോപണം വരുമ്പോൾ
ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രാഹുലിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ എന്താണ് വേട്ടയാടിയതും ചോദ്യം ചെയ്യപ്പെട്ടതും എല്ലാം ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി കൊണ്ടുവന്നതല്ലേ, ഷാഫിക്ക് അറിയില്ലായിരുന്നു, ഷാഫി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷാഫിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന രീതിയിലായിരുന്നു. അത്രത്തോളം ഷാഫി മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വേട്ടയാടിയ ഒരു സമയമായിരുന്നു. പിന്നെ സൈബർ ഹാൻഡ് CPM-ന്റെ സൈബർ ഹാൻഡുകൾ മുഴുവൻ ഷാഫിക്കായിരുന്നു. അടുത്തത് ഷാഫിയാണ് എന്ന് CPM-ന്റെ നേതാക്കളടക്കം പറഞ്ഞു. അടുത്തത് എന്താണ്, ഏത് വിധേനയും ഷാഫിയെ തകർക്കുക, അല്ലെങ്കിൽ ഷാഫിക്ക് നെഗറ്റീവായ ഒരു സാധനം എവിടെ പറയാൻ കിട്ടുമോ അതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല, പക്ഷേ ചില മാധ്യമങ്ങൾ ഷാഫിയെ നോക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് വലിയൊരു വാർത്ത. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം MP എന്നൊന്നും പറയണ്ട, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ചെറിയൊരു കേസാണ്. ഈ പറയുന്ന പോലെ നിയമസഭയിൽ അതിക്രമം കാണിച്ചതിന്റെ പേരിൽ പോലും പലരുടെ പേരിലും കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു കേസാണ്. അത് ഇത്രത്തോളം ആഘോഷിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ഒരാളെ വേട്ടയാടണമെങ്കിൽ ഒന്നുകിൽ അവർ അത്രയ്ക്ക് ശക്തരായിരിക്കണം, അല്ലെങ്കിൽ അവരെ നമുക്ക് ഭയമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒളിയമ്പുകൾ എറിയുന്നത്. അതുപോലെയാണ് ഷാഫിയുടെ കാര്യം. ഷാഫി വളർന്നു എന്ന് മാത്രമല്ല, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ CPM വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ 3.0 LDF 3.0 അത് ശരിക്കും ഉറപ്പിച്ച് വെച്ച സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ സർവേ റിപ്പോർട്ടുകളും പൊതുവേ ഉള്ളൊരു ട്രെൻഡും എല്ലാം മാറി UDF-ന് അനുകൂലമാകുന്നു, കോൺഗ്രസ് സ്കോർ ചെയ്യും എന്നുള്ള ഒരു അറിവ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകെ വിറളി കൊണ്ടാണ് അവർ ഇപ്പൊ ഈ ഒരു ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഇനിയും ഇപ്പം പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, പല ചാനലുകളിലും VD സതീശനെതിരെയും ഷാഫിക്കെതിരെയും അങ്ങനെ കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കൾക്കെതിരെയും, അതായത് വളച്ചൊടിച്ച് കുറച്ചു നാളൊന്ന് ബ്രേക്കിംഗ് അടിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഒരു ദിവസം ബ്രേക്കിംഗ് ആക്കി അവരെ തെറ്റുകാരാണ് എന്ന രീതിയിൽ തോന്നുന്ന രീതിയിൽ മോശക്കാരാക്കിക്കൊണ്ട് വാർത്തകൾ പടച്ചു വിടുക, അത്രേ ഉള്ളൂ. അതായത് അവർക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കള്ളക്കേസുകളിൽ, ഇപ്പൊ പുനർജനി കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതുപോലെ പല കേസുകളും ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ആരോപണങ്ങൾ ഒരുപാടെണ്ണം കോൺഗ്രസിനെതിരെ വരും, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വരും. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ ഇനി എന്ത് കേസ് കൊണ്ടുവന്നാലും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചപ്പെട്ടു. പിന്നീട് ഈ വിഷയം വീണ്ടും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് സ്വർണ്ണക്കൊള്ളയുടെ വിഷയം കേരളം മുഴുവൻ അതിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്താണ് വീണ്ടും വന്നത്. പക്ഷേ അതുകൊണ്ടായിരിക്കണം രാഹുലിന്റെ വിഷയം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി തണുത്ത മട്ടിലാണ് പോയത്. അപ്പൊ ഇതുപോലെ ഇനി ഒരുപാട് ഇനി CPM പ്രതിരോധത്തിലാകുന്ന ഈ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. കടകംപള്ളിയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഷാഫിക്കും അടുത്ത നടിമാർ അണിയറയിൽ ഒരുങ്ങി നടിമാർ സരിതമാർ, ജൂനിയർ സരിതമാർ ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട്. കാരണം ഇനിയും ആരോപണങ്ങൾ ഉന്നയിക്കണമല്ലോ. ഇപ്പൊ അത് അന്വേഷണത്തിനൊക്കെ പോയി തെളിയുക, ശിക്ഷിക്കുക എന്നുള്ളതൊക്കെ അതൊന്നും ബോധയുടെ അല്ല. ഈ പറയുന്ന പോലെ ഉണ്ടാക്കുക. ഇവരെല്ലാം കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരെല്ലാം സ്ത്രീലമ്പടന്മാരാണ് എന്നൊന്ന് ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അതിലുള്ളൂ. ഇപ്പൊ അത് സത്യം എന്താണ്, തെറ്റോ ശരിയോ എന്നുള്ളതൊന്നും ഇഴകീറി പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒരു 3 മാസത്തെ കാര്യമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എങ്ങനെയെങ്കിലും കുറെ ഒരു ഷോ ഓഫ് നടത്തുക എന്നുള്ളത് മാത്രമേ ഇതിന്റെയൊക്കെ ഉദ്ദേശങ്ങളുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്നത് ഈ ശൈലജയെ തോൽപ്പിച്ച ആളാണ് ഷാഫി. ധർമ്മടത്ത് ഷാഫി മത്സരിക്കുമോ, അതിന്റെ കഴിയിൽ എന്താണ് പോസിറ്റീവ്, ഷാഫി മത്സരിച്ചാൽ ജയിക്കും, എന്താണ് ഷാഫി പിണറായി വിജയനെ മുട്ടുകുത്തിക്കും എന്ന് പറയുന്ന പോസിറ്റീവും നെഗറ്റീവും കമന്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം പിണറായി വിജയനെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞാൽ തീർന്നു. മറ്റേ എടോ പിണറായി വിജയൻ ആഭ്യന്തര വാഴ എന്നൊക്കെ പറഞ്ഞതിന്റെയാണ് ആ രാഹുൽ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഇപ്പൊ രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളതല്ല, പക്ഷെ ആ അനുഭവിക്കുന്നതിന് ഇതിന് ഇത്രയും ആഘോഷിക്കപ്പെട്ട് ഇങ്ങനെ ഒതുക്കിക്കളഞ്ഞത് അതിന്റെയൊക്കെ ഫലം തന്നെയാണെന്ന് പറയാം. മറ്റൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, എനിക്ക് ശബ്ദം അടച്ചപ്പോഴാണ് ഞാൻ അത് ഓർത്തത്. സംസ്ഥാനത്തൊട്ടാകെ ഈ ഒരു പനിയെ തുടർന്നുണ്ടാകുന്ന ശ്വാസതടസ്സവും ശബ്ദമില്ലായ്മയും എല്ലാം ഈ സംസ്ഥാനത്തൊട്ടാകെ പലരും ഫേസ്ബുക്കിൽ എഴുതി കാണിക്കുന്നുണ്ട്, ലൈവ് പറയുന്നുണ്ട്. 2 ആഴ്ചയിൽ കൂടുതൽ ആന്റിബയോട്ടിക് കഴിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി പേർ പറയുന്നുണ്ട്. ആശുപത്രികളിലെല്ലാം ഈ കേസുകൾ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ആരോഗ്യ വകുപ്പ് ഇത് അറിഞ്ഞ മട്ടില്ല. ഇതിന് വേണ്ടിയിട്ട് ഒരു നടപടി അവർ ജനങ്ങൾക്ക് ഒരു അലേർട്ട് പോലും കൊടുത്തിട്ടില്ല. എന്നാൽ കേരളത്തിൽ നമ്പർ 1 ആരോഗ്യ വകുപ്പ് എന്നാണ് ഇന്നും പിണറായി സർക്കാർ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ആരോഗ്യ വകുപ്പോ ആരോഗ്യ മന്ത്രിയോ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു രോഗം ഇവിടെ പടർന്നു. അല്ല, ഉറങ്ങുന്നവരല്ലേ ഉണർത്താൻ പറ്റുള്ളൂ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ.